പ്രകൃതിയുടെ വിസ്മയച്ചെപ്പ് എന്ന പാഠഭാഗമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠഭാഗത്തെ 2 പഠന പ്രവർത്തനങ്ങൾ പഠിക്കാം. ആദ്യത്തെ പഠന പ്രവർത്തനം പേജ് നമ്പർ 53 പുതിയ പദങ്ങളുടെ അർത്ഥം കണ്ടെത്താം എന്നുള്ളതാണ്. വിസ്മയം, അത്ഭുതം, കൗതുകം, താൽപര്യം, അത്ഭുതം, ആശ്ചര്യം, നിശബ്ദത, ശബ്ദമില്ലാത്ത അവസ്ഥ, നിരീക്ഷകൻ, നിരീക്ഷിക്കുന്ന ആൾ, അന്തരീക്ഷം, ഭൂമിക്ക് മുകളിലുള്ള വായുമണ്ഡലം, ചെപ്പ്, ചെറിയ പെട്ടി. ഒരു തുമ്പി കവിത കേട്ടു നോക്കൂ. പേജ് നമ്പർ 53. ചിറകുകൾ വീശി വിമാനം പോലെ ചുറ്റി നടക്കും പൂത്തുമ്പി, താഴെ വന്നിട്ടെന്നെ കൂടി തോളിലിരുത്തി പറക്കാമോ? മാമലമേലെ മഴമുകിൽ മേലെ പറന്നിടാൻ, തുമ്പി തുമ്പി നിന്നെ പോലെ ഇമ്പമെനിക്കൊരുപാടുണ്ടേ. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു തുമ്പി കവിത നിങ്ങൾ ചൊല്ലി വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്യുക. അടുത്ത പ്രവർത്തനം പേജ് നമ്പർ 54 വേർതിരിച്ചു പറയാം. ആഫ്രിഡുകൾ എന്ന ഇനം ജീവികളെ വളർത്തി പാലു കുടിക്കുകയും കൂൺ കൃഷി ചെയ്ത് ഭക്ഷണമുണ്ടാക്കുകയും ചെയ്യുന്ന ഉറുമ്പുകൾ. ഈ വാക്യം ഇങ്ങനെ 2ആയി പിരിച്ചെഴുതാം. 1. ആഫ്രിഡുകൾ എന്ന ഇനം ജീവികളെ വളർത്തി പാലു കുടിക്കുന്ന ഉറുമ്പുകൾ. 2. കൂൺ കൃഷി ചെയ്ത് ഭക്ഷണമുണ്ടാക്കുന്ന ഉറുമ്പുകൾ. ഇതുപോലെ താഴെ കൊടുത്ത വാക്യങ്ങൾ എങ്ങനെയാണ് 2ആയി പിരിച്ചെഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. വലയുണ്ടാക്കി ഒളിച്ചിരിക്കുകയും ഇരയെ കെണിയിൽ വീഴ്ത്തി ഭക്ഷിക്കുകയും ചെയ്യുന്ന എട്ടുകാലികൾ. ഈ വാക്യത്തെ ഇങ്ങനെ നമ്മൾ 2ആയി പിരിച്ചെഴുതും. വലയുണ്ടാക്കി ഒളിച്ചിരിക്കുന്ന എട്ടുകാലികൾ, ഇരയെ കെണിയിൽ വീഴ്ത്തി ഭക്ഷിക്കുന്ന എട്ടുകാലികൾ. ഇങ്ങനെ 2ആയി നമുക്ക് പിരിച്ചെഴുതാം. രണ്ടാമത്തേത് നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലുതും വേഗം കൂടിയതുമായ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഇത് നമുക്ക് ഇങ്ങനെ 2ആയി പിരിച്ചെഴുതാം. ആദ്യത്തേത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. രണ്ടാമത്തേത് ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? ഞാനീ പറഞ്ഞു തന്ന പ്രവർത്തനങ്ങളെല്ലാം വൃത്തിയായി ചെയ്ത് ഇന്ന് തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരിക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.